CPIM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ ജി സുധാകരനെ ഒഴിവാക്കി. ഉദ്ഘാടന ചടങ്ങിന് പിന്നാലെ ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിലേക്കും ജി സുധാകരനെ ക്ഷണിച്ചില്ല. നിലവിൽ CPIM ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവാണ് ജി സുധാകരൻ. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ആലപ്പുഴയിൽ വലിയ വിഭാഗീയതയുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ജി സുധാകരനെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്ത് കാരണത്താലാണ് ഇതെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത ലക്ഷ്മി, ജി സുധാകരൻ താമസിക്കുന്ന ആലപ്പുഴ പുന്നപ്ര പറവൂരിലെ വീടിന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സമ്മേളനം നടക്കുന്ന നഗരി. അവിടെ ഇന്നലെ പ്രതിനിധി സമ്മേളനത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല. ഇന്ന് പൊതുസമ്മേളനമാണ്, അതിലേക്കും അദ്ദേഹത്തിന് ക്ഷണമില്ല. ഇപ്പോൾ നിലവിൽ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലൊക്കെ ക്ഷണിതാവാണ്. ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് അംഗം മാത്രമാണ് ജി സുധാകരൻ. പക്ഷേ പ്രതിനിധി ആയിട്ട് അല്ലെങ്കിൽ കൂടി ഈ സമ്മേളന നഗരിയിലേക്ക് അദ്ദേഹത്തിന് സ്വാഭാവികമായും ക്ഷണിക്കാം. ഇതിന് മുൻപുള്ള കാലങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും മുതിർന്ന നേതാക്കളൊക്കെ തന്നെ സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നത് അവർ പാർട്ടിയിൽ ഉന്നത പദവി വഹിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയുടെ പ്രതിനിധി അല്ലെങ്കിൽ കൂടി അവരെ സമ്മേളന നഗരിയുടെ ഭാഗമാക്കുകയും പ്രതിനിധി സമ്മേളനത്തിലെ ഉദ്ഘാടന ചടങ്ങിനും ഒപ്പം തന്നെ പൊതുസമ്മേളനത്തിനും ഒക്കെ തന്നെ ഉൾക്കൊള്ളിക്കുന്നത് സ്വാഭാവികമായ നടപടിയാണ്. പക്ഷേ ഇവിടെ ജി സുധാകരന്റെ വീടിന്റെ തൊട്ടടുത്ത് ഈ സമ്മേളന നഗരിയായിട്ട് കൂടി അദ്ദേഹത്തിന് ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കോ ഇന്ന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം, അതായത് മന്ത്രി ജി സുധാകരനാണ് മന്ത്രി സജി ചെറിയാനാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. പൊതുസമ്മേളനം അദ്ദേഹം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന രീതിയിലാണ് സജി ചെറിയാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ചടങ്ങിലേക്കും ജി സുധാകരനെ ക്ഷണിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിലായിരുന്നു അവിടെ MLA ആയി ജയിച്ചു വന്ന H സലാം ജി സുധാകരനെതിരെ പരാതി കൊടുത്തത്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ജി സുധാകരൻ കാര്യമായ പങ്ക് വഹിച്ചില്ല, ഒപ്പം തന്നെ തോൽപ്പിക്കാൻ കൂടി ജി സുധാകരൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള പരാതി പാർട്ടിക്ക് കൊടുക്കുകയും പാർട്ടിയിൽ അത് എളമരം കരീം അടക്കമുള്ളവർ അന്വേഷണ കമ്മീഷനിൽ വന്ന് ആ സംഭവം പരാതി അന്വേഷിക്കുകയും ജി സുധാകരന് ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമാവുകയും പിന്നീട് അദ്ദേഹത്തിന് താക്കീത് നൽകുകയും ചെയ്തത്. അതിനുശേഷം ജി സുധാകരൻ പല കുറി പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും പരോക്ഷമായ വിമർശനങ്ങൾ പല വേദികളിലും ഉന്നയിച്ചിരുന്നു. ഇതിലൊക്കെ തന്നെ അനഭിമതനാണ് ജി സുധാകരൻ. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയെ സംബന്ധിച്ച് അവിടെ നിലവിൽ ഈ ഏരിയ സെക്രട്ടറിയെ സംബന്ധിച്ച് ഒക്കെ തന്നെ വലിയ തർക്കം ഈ സമ്മേളനത്തിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. എന്താണെങ്കിലും മുതിർന്ന നേതാവ് ജി സുധാകരൻ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെ സമ്മേളനത്തിൽ നിന്ന് തന്നെ പാർട്ടി ഒഴിവാക്കുന്നതാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിച്ചത്. പ്രവിത, ശരിയാ. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.